അപ്പോൾ ഒരു സീനിൽ എന്നോട് പറഞ്ഞു പാട്ട് സീനിൽ അഭിനയിക്കണം, അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ മദ്യചഷകം കാണുമെന്ന് പറഞ്ഞു. ഒരു പ്രശസ്തനായ നടന്റെ കൂടെ തന്നെയാണ്. 10 കാശിനു മാർഗമില്ലാതെയായി മുത്തമേകിയൻ നമ്മതൻ തോളേറി ഉറ്റവർ തൻ ഭവനങ്ങൾ പൂകവേ. സാർ, ഈ കവിത എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കൃത്യമായിട്ടും ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമൊന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിയുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലയ്ക്ക് അടിയിന്ന് കിളുത്ത് വന്ന ഒരാളാണ്. ഇപ്പോഴും പൂർണ്ണമായൊരു അവസ്ഥയിലേക്ക് എത്തിയെന്നും പറയുന്നില്ലെങ്കിലും ഉള്ള അവസ്ഥയിൽ ഞാൻ സന്തോഷവാനായതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ന് പല ക്ലാസ്സുകൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അവിടെ ക്ലാസ്, ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞ് പല പഠിപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. എന്നാൽ മദ്യപാനവും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും ഞാൻ മദ്യം, സിഗരറ്റ് വലി ഇങ്ങനെയുള്ള എക്സാമ്പിൾ പറഞ്ഞ അടയാളങ്ങൾ സഹിതം കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും ഗ്രാമാന്തരങ്ങൾ നടത്തണമെന്നുള്ളത്. രണ്ടാമത്, മദ്യം നിർത്താൻ ഞാൻ പറഞ്ഞാൽ ഞാൻ ദേശവിരോധിയായി പോകും. കാരണം ഇന്നത്തെ ഒരു വലിയ വരുമാന മാർഗമാണല്ലോ ഈ കച്ചവടം. അതുകൊണ്ട് അത് നിർത്തൂല. രണ്ടാമത്, ആബാലവൃദ്ധം ജനങ്ങൾക്കും ആഹാരം കഴിച്ചില്ലെങ്കിൽ ഇപ്പം ഇത് കഴിക്കണമെന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് വേറെ ഒരു ഗുണവുമുണ്ട്. ഈ മദ്യം ഉള്ളത് കൊണ്ട് ഇവിടെ നടക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, കോടതി നന്നായിട്ട് പോകും, പോലീസുകാർക്ക് ജോലി ഉണ്ടാവും, വക്കീലന്മാർക്ക് ജോലി ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയിലെ അച്ഛൻ ഒരിക്കലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവമേ 8 കാല് വലയൊക്കെ ഒന്ന് പോകണമേ, 8 കാല് വലയൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ കപ്പ്യാരാണല്ലോ ഇതൊന്നും അടിച്ചു വരുന്നത്. അപ്പം കപ്പ്യാർ പറയുന്നുണ്ട്, അച്ചോ 8 കാല് ചാകണേ എന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ വലയുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ സംഭവം ഇല്ലാതെയാക്കാനാവില്ല. പക്ഷേ ഇത് മോശമാണ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തെയും സാമ്പത്തിക മേഖലയും തകർക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് മദ്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികളായി മാറുന്നവർക്ക് ഇതിൽ നിന്ന് മാറാൻ കഴിയും. എന്തുകൊണ്ട് എനിക്ക് ചുറ്റും മദ്യം കഴിക്കുന്നവരുണ്ടായിട്ട് ഒരു ഡ്രോപ്പ് മദ്യം പോലും കഴിക്കാൻ ഞാൻ നിൽക്കുന്നത്? ഇതിൻ്റെ ദോഷങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം മോളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഇതിന് പരിഹാരം എന്താണ്? ഒന്ന്, തീയാണെന്നറിഞ്ഞാൽ കൈകൊള്ളുമെന്നറിയാം, ചൂടുവെള്ളമാണെങ്കിൽ കൈകൊള്ളുമെന്നറിയാം. രണ്ടാമത്, മദ്യപാനിക്ക് വായ്പ പോലും കിട്ടത്തില്ല എന്നുള്ളത് സത്യമുണ്ട്. ഞാൻ റോഡിൽ നടന്നു വരുമ്പോഴേക്കും എന്നോട് പറയും, ഒരു 100 രൂപ തരാമോ? ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ തരത്തില്ല. അതേസമയം അവൻ്റെ വീട്ടിലൊരു വിഷമം ഉണ്ടായിട്ട് എന്നെ അറിയിക്കട്ടെ, ഞാൻ ആ വിഷമത്തിന് പരിഹാരം കൊടുക്കാൻ എന്നാൽ കഴിയുന്ന രീതി ഞാൻ സഹകരിക്കാറുമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായും വ്യക്തമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇതാണ് എൻ്റെ ആശയം. ഓക്കെ, അപ്പോൾ നമുക്കിനി സാറിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകാം. അപ്പോൾ സാർ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, സാഹിത്യരംഗത്തും ഇപ്പം നമുക്ക് കവിതകളൊക്കെ പാടി തന്നല്ലോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എനിക്ക് കവിത എഴുതാൻ അല്ലെങ്കിൽ എനിക്കൊരു ആക്ടർ ആവാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒരുപക്ഷെ രക്തത്തിൽ കിടക്കുന്ന ഒരു സ്വാർത്ഥത എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. കാരണം വേറൊരാൾ അങ്ങനെ പുള്ളി കൊള്ളാലോ എന്നൊക്കെ പറയുന്നൊരു സാധനമില്ലേ. അപ്പോൾ ആ വേറൊരാൾക്ക് കിട്ടുന്ന അംഗീകാരത്തോടൊപ്പം ഞാനും അംഗീകരിക്കപ്പെടണം, അത് എൻ്റെ ഉള്ളിലൊരു ഒരു നാമ്പുണ്ടായി. രണ്ടാമത്, ആർക്കും വേണ്ടാതെ കിടന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് ഇടാൻ വരെ ഞാൻ കൊതിച്ചിട്ടുണ്ട് മോളെ, സത്യം. ഇപ്പോൾ ഒരു നിലവാരം താന്നൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നണ്ട. ഞാൻ ഒറിജിനൽ കാര്യങ്ങൾ ഞാൻ പറയാം. ചിലർ ഈ വേഷഭൂഷാദികളും പിന്നെ ഇല്ലാത്തതും അതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളല്ല. എൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സഞ്ചരിക്കാൻ ഞാൻ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി. ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. രണ്ടാമത്, പലരും എന്നെ കളിയാക്കി, നീ സിനിമയിൽ പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും, നിനക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്തില്ല. ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടി അവസാന ഭാഗം ഞാൻ പറയുന്നത്, എങ്ങനെ എഴുത്തുകാരനാകാൻ പറ്റി, എങ്ങനെ കലാകാരനാകാൻ പറ്റി, എൻ്റെ മനസ്സിലെ ലക്ഷ്യബോധം തന്നെയാണ്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എവറസ്റ്റ് കീഴടക്കിയവരെ 7 പ്രാവശ്യം
അത് കീഴടക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരൊരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം എവറസ്റ്റിൻ്റെ ഒരു പിക്ചർ അവിടെ ഒരു കലണ്ടർ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടെന്നും അതിനകത്ത് ടെൻസിങ് പറഞ്ഞു അത്രേ, എവറസ്റ്റ് നീ എന്നും അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ ഞാൻ നിന്നെ കീഴടക്കും. ഇതിന് ചേർന്നൊരു ബൈബിൾ വാക്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, നിന്നാൽ ഞാൻ ഈ മതിലുകളെ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ കഴിയും. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ഈ ഇൻ്റർവ്യൂ വേളയിൽ ഞാൻ പറയുകയാണ്, എന്താണെന്നറിയോ, എനിക്ക് എത്തിച്ചേരാൻ കഴിയും. നോ എന്ന് പറഞ്ഞൊരു വാക്ക് എൻ്റെ കയ്യിലില്ല. ഒരു ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യബോധം ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ വരാനാവില്ല. മനസ്സിലായോ? അത് എൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യണം. കാരണം പട്ടിണി അനുഭവിച്ചത് കൊണ്ട് പട്ടിണിയുടെ വില അറിയാം, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ഞാനൊരു സിനിമയ്ക്കൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ചോദിക്കാത്ത ചോദ്യമാണ് എങ്കിലും ഇതിന് കൂട്ടത്തിൽ എങ്ങനെ കവിത എഴുതാൻ പറ്റുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഞാൻ സോളാർ സ്വപ്നം എന്ന് പറഞ്ഞ സിനിമ വന്നായിരുന്നു. ജയൻ ബി എഴുമാന്തുരത്താണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ജയനെ ഞാനാണ് ആ പ്രൊഡ്യൂസർക്ക് പരിചയപ്പെടുത്തിയത്. എന്നാൽ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. ഒരു സിറ്റുവേഷൻ പറഞ്ഞു വന്നു. ഉസ്ലാംപേട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പെൺകുഞ്ഞുണ്ടായാൽ അതിൻ്റെ വായിൽ നെല്ലിട്ടിട്ട് കൊന്നുകളയും. ഇപ്പം കേരളത്തിൽ നിന്ന് ഒരു നേഴ്സ് അവിടെ ചെന്നിട്ട് ഈ കുട്ടിയെ എന്ന് പറഞ്ഞാൽ നേഴ്സ് അവിടെ ചെല്ലുന്ന ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു. അപ്പം ഈ പുറത്തിരുന്ന് അച്ഛനോട് പറയുകയാണ്, ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ആ കുട്ടി ആണോ പെണ്ണോ? പെൺകുട്ടിയോ? ഓ, ചാവാൻ പറഞ്ഞ പെണ്ണിനെ എനിക്ക് പാക്ക വേണ്ട, മരിക്കാൻ ജനിച്ച പെണ്ണിനെ എനിക്ക് കാണണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പെൺകുഞ്ഞാണെങ്കിൽ നെല്ല് വാരി വായിലിട്ടിട്ട് ഈ കുട്ടിയെ കൊന്നുകളയാണ്. പെൺകുട്ടികൾ അവിടെ വാഴാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടിക്കാണ് നല്ല സൂര്യ തേജസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ ഈ നേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഈ കുട്ടിയെ എടുത്തിട്ട് നേരെ അവളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടൊരു തൊട്ടിൽ കെട്ടിയിട്ട് ഒരു താരാട്ട് പാടുന്നു. അതാണ് എനിക്ക് തന്ന സിറ്റുവേഷൻ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ രാത്രിയിൽ ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ മാറ്റി വെച്ചു. ഞാൻ താരാട്ട് പാട്ട് കേട്ട് വളർന്ന ആളല്ല. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കരയാനേ നേരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു താരാട്ട് പാട്ട് എഴുതണമെന്നൊരു അവസരം വന്നപ്പോൾ ഞാൻ എഴുതി, താരാട്ട് പാടാം താമരപ്പൂവേ തങ്കക്കിനാവുകൾ കണ്ടുറങ്ങാൻ, തരിവള കൈകൾ കിലുക്കി ചിരിച്ചു നീ, തരിവള കൈകൾ കുലുക്കി ചിരിച്ചു നീ, കണി കണ്ടുണരുവാനായി. ഞാനല്ല പാടിയേക്കുന്നത്, റിയ രാജു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ജയൻ ബി എഴുമാന്തുരത്തിൻ്റെ മനോഹരമായ സംഗീതം അതിനകത്തുണ്ട്. ഞാൻ അയച്ചു തരാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് സാർ പറഞ്ഞു വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു എന്ന്. ഇപ്പോൾ ആ ഒരു കഷ്ടതകളെല്ലാം മാറി ഇപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിൽ സാറ് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സാറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. കാരണം ഞാൻ ആദ്യം പണ്ടൊരിക്കൽ എഴുതി, ഇന്നലെകളെ പിന്നിലാക്കി വൃഥ വന്നു ഞാൻ ഈ ഇന്നിൻ്റെ മാറിതിൽ എന്തു നേടിയൻ ജീവനിൽ കാക്കുവാൻ വെന്തു നീറുന്ന വേദന മാത്രമോ, അങ്ങനെ ഞാനൊന്ന് കുറിച്ചിട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത്, സ്വർണം തീയിൽ വീണ് 7 പ്രാവശ്യം തീയിൽ വീണതിന് ശേഷം മാത്രമാണ് ഈ തട്ടാൻ ഇതിനെ ആഭരണമാക്കുന്നത്. ഓരോ പ്രാവശ്യം തീയിൽ വീണ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കീടം മാറി 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 ഈ തട്ടാൻ്റെ മുഖം ഈ സ്വർണ്ണത്തകിടിൽ തെളിഞ്ഞു കഴിയുമ്പോൾ സ്വർണ്ണത്തെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, ഇതുകൊണ്ടൊരു വള പണിയണം, ഇതുകൊണ്ടൊരു മാല പണിയണം എന്ന് പറഞ്ഞ പോലെ എന്നിലെ അനുഭവ സമ്പത്തുകൾ കഷ്ടവും സങ്കടവും വേദനകളും നിറഞ്ഞതെല്ലാം ഇങ്ങനെ ഓരോ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സൃഷ്ടിതാവിലേക്ക് മനസ്സൂന്നാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഓക്സിജൻ സസ്യങ്ങളിൽ നിന്നാണെന്ന് പച്ചയ്ക്ക് പഠിച്ച ആളാണ്. സൂര്യനിൽ 7 വർണ്ണങ്ങളുണ്ടെന്നും അത് വിബ്ജിവർ എന്ന് നമ്മൾ വിളിക്കുന്നതെന്നും വെറുതെ നോക്കുന്നതിന് വെയിലായിട്ട് മാത്രമേ കാണുകയുള്ളൂന്നും ഇത്തിരി പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അതിനകത്ത് വർണ്ണങ്ങൾ ചാലിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ശരിക്കും ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ ഞാൻ അറിയാതെ സ്തുതിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് അവിടുന്ന് ഞാൻ തുടങ്ങി ഇവിടെ വരെ എത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ അറിയാത്തൊരു അദൃശ്യമായ കരം എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. രണ്ടാമത് അക്കൂടെ ചേർത്ത് പറയുകയാണ്, പല വീടുകളിലും ഇന്ന് യുവതലമുറ അവർക്കായി ഞാൻ പറയുകയാണ്. പല വീടുകളിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ ഓർത്ത് കരയുന്ന അമ്മമാരെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു ഇഷ്ടം പോലെ. രണ്ടാമത് അമ്മയെ ചീത്ത വിളിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഒരു വേദിയിൽ എന്നെ പടയാറ് പള്ളിയിൽ എന്നെ അച്ഛൻ വിളിച്ചിട്ട് എനിക്കൊരു മൊമെൻ്റോ ഒക്കെ തന്ന് എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വിളിച്ച് ഓരോന്ന് തരാറുണ്ട്.
അപ്പോൾ അച്ഛൻ എന്നോട് അമ്മ കവിത പാടണമെന്ന് പറഞ്ഞു. അത് ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് ബ്രഹ്മമംഗലം സ്കൂളിലാണ്. ഞാൻ പറഞ്ഞു, കുളിക്കാൻ കയറുന്ന കുളിമുറിയിൽ കയറുമ്പോൾ സോപ്പ് തേക്കുമ്പം നീ നിൻ്റെ വയറിലേക്കൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സൈലൻ്റായി. ഞാൻ പറഞ്ഞു, നിൻ്റെ വയറിലൊരു ചെറിയ വട്ടത്തിലൊരു പാടുണ്ട്. അത് നീ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ നിൻ്റെ അമ്മ നിനക്ക് ആഹാരം തന്ന പൊക്കിൾ കൊടിയുടെ അടയാളം. ആ ദൈവം വെച്ചേക്കുന്നത് സീല. അവർ കഞ്ഞി കുടിച്ചില്ലെങ്കിലും നിനക്ക് കഞ്ഞി തന്നിട്ടുണ്ട്. നിൻ്റെ ദേഹത്തൊരു കൊതുക് കടിക്കുമ്പോൾ നീ അറിയാതെ അതിനെ മാറ്റി തന്നൊരമ്മ നിനക്കുണ്ട്. ഇന്ന് നീ കൂട്ടുകൂടി മദ്യപാനികളായിട്ടും കൂട്ടുകാരായിട്ടും ഈ ലോകത്ത് അർമാദിച്ച്, നാടൻ ഭാഷയിൽ അർമാദിച്ച് നടക്കുമ്പം നിനക്ക് വേണ്ടി കരഞ്ഞ രാപ്പകലിൽ നീക്കിയ ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് പൊക്കിളുള്ളവർ ഓർത്തു കൊള്ളണം, അമ്മയെ മറക്കരുത് എന്ന് പറഞ്ഞു. ഇത് എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വെറുതെ സമയം കളഞ്ഞൊരു ഇൻ്റർവ്യൂ എന്നുള്ളതല്ല. ഞാൻ മൺമറഞ്ഞു പോകും, ഞാൻ മരിച്ചു പോകും. പക്ഷേ ഈ സംഭവം അടുത്ത തലമുറ, എനിക്ക് ഈ തലമുറയെക്കുറിച്ച് പേടിയാണ്. 5 വയസ്സുള്ളൊരു കൊച്ചിനോട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടമായിപ്പോയി. അപ്പം ഇങ്ങനെ എന്ത് 20 മുറി 30 60 എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. 20 വയസ്സിൽ പോയി വെട്ടടാ കുത്തടാ എന്ന് പറഞ്ഞാൽ പോയി കുത്തും. മുറി 30 കൊന്നുകളെ അങ്ങോട്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ 60 എന്നാണ്. അപ്പം അവസാന കാലഘട്ടത്തിൽ ഇത്രയും അനുഭവിച്ചതിൻ്റെ സമ്പത്തെല്ലാം കൂടി നല്ല അറിവുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ തലമുറയിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാനൊന്ന് പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ മക്കളെ ഓർത്ത് കരയുന്നവരല്ലേ കൂടുതൽ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആരാ, ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് SIയെ വിളിക്കുന്നത്, നിങ്ങളൊന്നും ഇവിടെ വരെ വരണം കേട്ടോ, മകനെ കഞ്ചാവുമായിട്ട് പിടിച്ചിട്ടുണ്ട്. അഭിമാനം മാത്രം കാത്തു സൂക്ഷിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തവൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക തലകുനിച്ച്. അവനത് ഉപയോഗിക്കുമല്ല, അവൻ വേറൊരു കൊടുക്കുക. ഇപ്പം നമ്മളറിയാത്ത എത്രയോ ജനങ്ങൾ, ശരിക്കും ഈ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ നശിച്ചു പോകുന്നു. തീർച്ചയായിട്ടും ശരിയല്ലേ? തലമുറ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതെ. അപ്പോൾ ഈ തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? വെളിച്ചത്തിലേക്ക് നോക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, വെളിച്ചത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിതമാണ്. വെളിച്ചത്തിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കറുത്ത നിഴലുണ്ട്. അത് നമ്മുടെ നാശത്തിൻ്റെ നിഴലാണെന്ന് ഞാൻ പറയാറുള്ളത്. ഇപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി കഥാപാത്രങ്ങൾ സിനിമയിലായിക്കോട്ടെ സീരിയലായിക്കോട്ടെ സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏതാണ്? അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോഗ്രാഫിലെ ക്യാരക്ടറും, പിന്നെ അമരൻ നല്ലതായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഈ നമ്പീശൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അതൊരു ഭയങ്കര സംഭവം. എവിടെ ചെന്നാലും. രണ്ടാമത് ചിലർ പറയും ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുന്നത് ശരിക്കും ഈ കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ സീരിയലുകൾ എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും അമ്മായിയമ്മ പോരും പ്രശ്നങ്ങളാണ്. ഞാൻ പറയുന്ന ഈ കാലഘട്ടത്തിലെ വാർത്ത TV ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമല്ലേ കേൾക്കാനുള്ളൂ. വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അമ്മമാരോട് മിണ്ടാത്ത ചില വീടുകളുണ്ട്. ചില വീടുകളിൽ 60 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്രിക്കടയെ കൊടുക്കാൻ ആരും എടുക്കാത്തത് കൊണ്ട് ഇതുങ്ങൾ പാവം ഭയന്ന് ഒരു ദിവസം ഒരു അമ്മയ്ക്ക് വേണ്ടുന്ന 50 രൂപ കൂടുതൽ വേണ്ട, ഇച്ചിരി എണ്ണയും ഇച്ചിരി സോപ്പും പിന്നെ അവർ കഴിക്കുന്ന ഒരു അംശവും മതി. പക്ഷെ അവരോട് മിണ്ടാൻ പോലും ഇന്നും ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ ടെലിവിഷൻ ലോകത്തിൻ്റെ ഒരു അനുഗ്രഹമായി മാറി. കാരണം എന്നാണെന്നറിയോ? ഇവർക്ക് 6 മണി മുതൽ 10 മണി വരെ അവരുടെ മനസ്സിൻ്റെ സന്തോഷം, ശോശാമ്മയെ അവൻ കൊന്നോ, അവളുടെ കല്യാണം നടക്കുമോ, ഇവരോ മിണ്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ കേട്ടിരിക്കാൻ സമയം പോക്കാൻ ആകെയുള്ളത് അമ്മച്ചിമാരുടെ ആശ്വാസം സീരിയലുകളാണ് എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകും. അപ്പം അവരുടെ സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരമ്മച്ചിയാ കേട്ടോ, എവിടെ ചെന്നാലും ഇങ്ങനെ അവർ പറയും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. എവിടെയാ ഇയാളെ നീ എവിടെയോ കണ്ടു? ഞാൻ പറയും ഒരു സാധ്യതയില്ല, ഞാൻ ഈ ഭാഗത്ത് വന്നിട്ടുള്ളതല്ല. സീരിയലിൽ അഭിനയിക്കുന്ന ആളാണോ? ചോദിക്കും. അതെ 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 കേട്ടോ, ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഫോട്ടോ ഓക്കെ സന്തോഷം. അപ്പം നമ്പീശൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോയി. അത് ഇത് എന്താ പൗർണമി തിങ്കൾ ചെയ്യുന്ന സമയത്താണ്. ഞാൻ ആരാ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യുന്നു സാറേ, കൂടെ വന്നൊരു ഫോട്ടോ എടുത്തു.
ഞാൻ പറഞ്ഞ സന്തോഷം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ മാനേജറുടെ അനുമതിയോടുകൂടി അവർക്കൊരു 55-60 വയസ്സുണ്ടാവും, ഒരു ഫോട്ടോ എടുത്തു. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞ് തിരിച്ചു പോന്നു. ചെയ്തിട്ട് പറയുമല്ലോ ഒരു കാര്യം പറയാനാണ്. എനിക്ക് ആ ഒരു ദിവസം അവരുമായിട്ട് ബന്ധമുള്ളൂ. പക്ഷെ അവരെൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുപോയി. അവരെനിക്ക് ഫോട്ടോ അയച്ചും തന്നു. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു, എൻ്റെ ഫോണിലെടുത്തത്. അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, കടയിൽ ജോലി പോയി സാറേ, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു ജ്യൂസ് കട തുടങ്ങിയാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിയാം. കടയിൽ നമ്മൾ ചെയ്താൽ 700 രൂപ 800 രൂപ കിട്ടുന്നതെന്ന് പറയും. മക്കളുണ്ട്, പിന്നെ മകളുടെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ് അവിടെ ഉള്ളത്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്തു തരണ്ടേ? അപ്പോൾ പറഞ്ഞു എനിക്കൊരു ജ്യൂസ് കട ഇടണം, അതിന് ഇത്ര രൂപ ചിലവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, നിങ്ങൾ ജ്യൂസ് കട ഇട്ടോളാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, നിന്നോട് വായ്പ ചോദിക്കുന്നവൻ ഒരു മീൻപിടുത്തക്കാരനാണെങ്കിൽ അവന് പണം കൊടുക്കരുത്, ഒരു വല വാങ്ങിച്ചു കൊടുക്കാൻ. പണം കൊടുത്താൽ അന്നത് തീർന്നു പോകും. ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നെ ഒരുപാട് പേർ സഹായിച്ചിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. അതെ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഈ ഗോപാൽജി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഒരു തൂണിൽ നിൽക്കുകയല്ല, ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. സഹതാപത്തിൻ്റെ പേരിലൊന്നുമല്ല, സൗഹൃദത്തിൻ്റെ പേരില. ആവശ്യങ്ങളിൽ വിളിച്ചാൽ ഓടി വരുന്ന ഒരു വലിയ ജനക്കൂട്ടവും എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്നേഹിതർ. യഥാർത്ഥ സ്നേഹിതർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്നറിയോ? യഥാർത്ഥ സ്നേഹിതൻ ആവശ്യം വരുമ്പോൾ അവൻ സഹോദരനായിട്ട് മാറും. തീർച്ചയായിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു നിലനിൽപ്പിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഫാമിലി ആണല്ലോ. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല ചോദ്യമാണ്. എൻ്റെ ഭാര്യ ഒരു കലാകാരിയല്ല, പക്ഷേ ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നു എന്നൊക്കെ ഇവൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. പക്ഷെ അവർക്ക് സ്പോർട്സ്, ഈ ചാനൽ, ക്രിക്കറ്റ് അതൊക്കെ കാണുന്ന പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. എങ്കിലും എവിടെ ആരെ വിളിച്ചാലും ഇങ്ങനെ ഷൂട്ടിങ്ങിന് പോയി, ഇൻ്റർവ്യൂവിന് പോയി, പിന്നെ മൊത്തത്തിൽ പ്രോത്സാഹനം തരാറുണ്ട്. മോൾ അങ്ങനെയല്ല, എന്നെ പോലെ തന്നെയാണ്, തമാശക്കാരിയുമാണ്. ഞങ്ങൾ ശരിക്കും തമാശ, ഞാൻ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു തമാശ പറയും. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്? നമുക്ക് തമാശകളിലൂടെ ജീവിതം കൊണ്ടുപോകാമല്ലോ, അല്ലേ? എൻ്റെ മോള് ഭയങ്കരമായിട്ട് നല്ല കഴിവുള്ള കുട്ടിയാണ്. എൻ്റെ മോളായിട്ട് പറഞ്ഞു ഒന്നുമല്ല, അവൾക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ളതാണ്. അവൾക്കൊരു കുട്ടിയുണ്ട്, ആമി എന്നാണ് പേര്. എൻ്റെ മോളുടെ പേര് ആര്യ എന്നാണ്. രാഖി എന്നാണ് വിളിക്കുക. പിന്നെ നൈജിൽ എന്ന് പറഞ്ഞിട്ട് മോളുടെ ഭർത്താവാണ്. ഞങ്ങൾ ചെറിയ കുടുംബമാണെങ്കിലും സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. വൈഫ് ഞാനിങ്ങനെ ഒരു അഭിനയിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവൾ വല്ലപ്പോഴും സീരിയൽ കാണാറുള്ളൂ. പുള്ളിക്ക് രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് താല്പര്യമുള്ളത്. ഇനിയിപ്പോൾ സാറിന് വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? എനിക്ക് കെ രാജീവ് സാർ എന്നെ വിളിച്ചിട്ടുണ്ട്, സൂര്യ ടി വിയിലൊരു പ്രോഗ്രാം ഇപ്പം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു, അതിനകത്ത് ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ തമിഴിൽ ബാലി ശ്രീരംഗം എന്നും പറഞ്ഞിട്ട് ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹമാണ് മറ്റേ കരുണാനിധിയുടെ പെൻസിംഗോ ഒക്കെ ചെയ്തത്. അദ്ദേഹം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, സ്റ്റാലിൻ്റെ അപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് പടത്തിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ സജീറിൻ്റെ ഒരു പടത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ചിലപ്പം തോന്നും ആ ബസ് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്തിയില്ലല്ലോ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, എന്തൊരു കഷ്ടം എന്നൊക്കെ തമാശ പറയും. പക്ഷേ ചില നിമിഷങ്ങൾക്ക് ശേഷം ആ ബസ് ഇടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ വണ്ടി നിർത്താതെ പോയി എന്നുള്ളത് കൊണ്ട് ഉള്ള അന്നേരം നമുക്ക് സന്തോഷമായി, അല്ലേ? ഇങ്ങനെയല്ലേ? അതുപോലെ നമുക്കുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മിറാക്കിൾസ് ആണ്, അത്ഭുതങ്ങളാണ്. തീർച്ചയായിട്ടും. പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശരിക്കും ആരും സഹായിപ്പാനില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആരും സഹായിപ്പാനില്ല വരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായിപ്പാനില്ല വരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. ആരുമില്ല, എല്ലാവരും കാണും, പരിചയക്കാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, എല്ലാവരും കാണും. പക്ഷെ തക്ക സമയത്ത് മാറിക്കളയും. പക്ഷേ തക്ക സമയത്ത് ദൈവം അത്ഭുതങ്ങളിലൂടെ ചില വ്യക്തികൾ അതിനായിട്ട് ഒരുക്കുക ചെയ്യുന്നത്. നമ്മളെ ദൈവം അങ്ങനെ വഴി നടത്തിക്കൊണ്ട് പോവുകയാണ്. അതാണ് ആ ചോദ്യത്തിന്റെ മറുപടി. ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു ചോദ്യമാണ്. അതിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഇന്നലെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് ഇന്ന് ദുഃഖിക്കാതിരിക്കുക. കാരണം 2018 കേരളം ജലപ്രളയം കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷേ 18 മാറി 19 ആയപ്പം ഒരു വരണ്ട ഭൂമിയായിട്ട് മാറിപ്പോയി. അപ്പം
ഒരച്ഛൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അദ്ദേഹത്തിൻ്റെ വേദനകളിൽ നിന്ന് എഴുതിയതാണ്. ഒരച്ഛൻ ഇങ്ങനെ എഴുതി, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയതാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികിൽ അവനുള്ളതാ, അമരത്തെന്നരികിൽ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ പലരും ആത്മഹത്യ ചെയ്യാൻ പല പ്രാവശ്യം തീരുമാനിച്ചതാണ്. പക്ഷെ ഭയം കൊണ്ടായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സന്തോഷ ജീവിതത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെകൾ കഴിഞ്ഞുപോയി, പുതിയ ദിനങ്ങളും പുതിയ വസന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ തളിരിടാനുണ്ട്. ഇത് ഒരു രാത്രി മാഞ്ഞു പോകുന്നത് പോലെയാണ്. പ്രേക്ഷകർക്ക് ഞാൻ തരുന്നൊരു ഉറപ്പ്, എൻ്റെ ഇന്നലെകളെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിരാശയുടെ പഴയ ഭാണ്ഡക്കെട്ടിനെ വലിച്ച് ദൂരോട്ട് എറിയുക. എന്നിട്ട് പറയുക, ദൈവമേ നീ ഉണ്ടെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങളുടെ മതിലുകളെ ചാടിക്കടക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ കഴിയുന്നിടത്ത് നാം വളരുകയാണ്, ഉണരുകയാണ്. ദേശത്തിനൊരു ബലമാണ്, നമ്മൾ ദേശത്തൊരു സാക്ഷ്യമാണ്. ഇതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് സാറിൻ്റെ ഇത്രയും തിരക്കുള്ള ലൈഫിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സാറിന് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല പ്രോഗ്രാംസും അതുപോലെ TV ഷോസും സിനിമകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഒരു വാക്ക് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അവസരം ഇവിടുന്ന് തന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒതുങ്ങിയ ഒരു ഗ്രാമത്തിൽ മാത്രം ജീവിക്കേണ്ടെന്ന് ഞാൻ സീരിയൽ, സിനിമ അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രേക്ഷകർക്ക് മുൻപിൽ മാത്രം വരുമ്പോൾ എൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ എൻ്റെ ജീവചരിത്രം ഈ ഒരു സ്റ്റുഡിയോയിലൂടെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ, അല്ലെങ്കിൽ ജനത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും അതിയായ ആഹ്ലാദമുണ്ട്. ദൈവം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.